ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ സഖ്യം, ആ സഖ്യം ഇപ്പോൾ വല്ലാതെ ദുർബലമാവുകയാണോ? നമസ്കാരം കിരണെ. പറഞ്ഞു. ഒരു ദുർബലവുമാവുന്നില്ല. ഇത് രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണ്. ഒരു ദുർബലവും ഇല്ല. അങ്ങനെ ദുർബലമാവാനൊട്ട് ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല. ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. പിന്നെ ഇവിടെ പലരും പറയുന്ന അഭിപ്രായത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ CPM പലതവണ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പല പല പ്രാവശ്യവും. ഇന്ന് BJP വെറും 3 സീറ്റുമായിരുന്ന BJP ഇന്ന് ഇന്ത്യയിൽ ഭരണം ഉണ്ടാക്കി കൊടുത്തതിന് തുടക്കക്കാര് ആരാന്ന് ചോദിച്ചാൽ CPM ആണെന്ന് ഞാൻ വീണ്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വീണ്ടും പറയും. 1977 മുതലുള്ള ചരിത്രം നമുക്കറിയാം. അത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിങ്ങൾ പറഞ്ഞ കണക്ക് ഈ ഒരു മുന്നണിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി 77 മുതൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയിട്ട് വീണ്ടും കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി. CPM എല്ലാ കാലവും കോൺഗ്രസിന്റെ എതിരാളിയായ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ. അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനല്ലാതെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കും. അവർ BJPയെ പരാജയപ്പെടും. BJPയും കോൺഗ്രസും വന്നാൽ അവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ലല്ലോ. BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് ശക്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ അവർ കോൺഗ്രസുമായി ചേരുന്നു. ആ കോൺഗ്രസ് തന്നെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ DMKയുമായി സഖ്യത്തിൽ നിന്ന് ജയിച്ച കോൺഗ്രസുകാർ ഇരുട്ട് വെളുക്ക് മുമ്പേ അവിടെ വിജയുടെ ഒപ്പം ചാടി. ബാക്കി പാർട്ടികളൊക്കെ ചാടി. അവർ DMKയുമായി ചർച്ച നടത്തിയിട്ടാണ് പോയത്. ഇത് ഒരു ചർച്ചയുമില്ല. ഇരുട്ടി വെളുക്ക് മുമ്പേ അവരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് മറ്റു മുന്നണിയിലേക്ക് ചാടി. അപ്പോൾ DMK ഇന്ത്യ സഖ്യം ഇല്ലാതാക്കിയത് കോൺഗ്രസ് അല്ലേ? വേറെ ആരെങ്കിലും ആണോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഈ CPMന് അല്ലെങ്കിൽ ഇടതു പാർട്ടി CPMന് ഒരു നിലപാട് ഉള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ശൈത്താനുമായി കൂട്ടുകെട്ടുണ്ടാവും എന്ന് പറഞ്ഞത് CPM. അങ്ങനെയല്ലല്ലോ ശ്രീ ബിനോയ്. BJP ശക്തി പ്രാപിച്ചപ്പോൾ BJP അധികാരത്തിൽ വരാതിരിക്കാൻ ഇന്ത്യയിലെ ഒരു മതേതര പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസുമായി യോജിച്ചു പോകാം. അവരുടെ രാഷ്ട്രീയ ലൈൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളൊക്കെ സ്വീകരിച്ച ലൈനാണ്. അല്ലാതെ അവർക്ക് ആർക്കെങ്കിലും കോൺഗ്രസുമായി എന്തെങ്കിലും മിത്രം ഉണ്ടായിട്ടില്ല. അവർ കോൺഗ്രസ് അവരുടെ മിത്രമായിട്ടോ കോൺഗ്രസ് അവരെ ഇന്ത്യയെ നയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. BJPയെ തകർക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കൂടെ വേണം. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അവർ കൂടെ നിന്നിട്ടുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ അവർ എതിർത്തല്ലേ, കേരളത്തെ എതിർത്തല്ലേ മത്സരിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട കിരണെ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇന്ത്യയിൽ BJP വളരുവാൻ കാരണം CPM ആണെന്ന് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു. BJPയുടെ കാലം, അതായത് ജനസംഘം മുതൽ ഈ കോൺഗ്രസിനെ ഒഴിച്ച് നിർത്തുവാൻ വേണ്ടി BJP പിന്തുണച്ചു. നിങ്ങൾ പറയുന്നത് പ്രത്യക്ഷമായിട്ടല്ല, പക്ഷെ അവര് വളരാൻ വളമിട്ട് കൊടുത്തത് ഉറപ്പായിട്ട് CPM ആണ്. ഞാൻ അതിൽ 77 കണക്ക് പറയും. പിന്നെ 89 നമുക്കറിയാം ഈ VP സിംഗ് മന്ത്രി VP സിംഗിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണ്. ബാക്ക് ഡ്രൈവ് സീറ്റ് ചെയ്തതാണ് ഇവർ രണ്ടുപേരും. ബിനോയ്, ഞാൻ അത് തന്നെയാണ് വിശദീകരിച്ചത്. ആ കാലത്ത് CPMന്റെ പ്രധാനപ്പെട്ട എതിരാളികൾ ആരാണ്? കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി മറ്റ് സഖ്യവുമായി അവർ യോജിച്ച് നിൽക്കില്ലേ? കോൺഗ്രസിനേക്കാൾ അപകടകാരിയായ മറ്റു പാർട്ടി വരുന്നു. ആ സമയത്ത് മാത്രമാണ് അവർ ഇപ്പോഴും. അല്ലാതെ കോൺഗ്രസ് CPM സഖ്യത്തിന്റെ ഭാഗമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഈ പാർട്ടികളിലെ ഒന്നും സഖ്യത്തിന്റെ ഭാഗമല്ല. കോൺഗ്രസിനെ BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ആവശ്യമായതുകൊണ്ട് കോൺഗ്രസുമായി അവർ യോജിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് ബന്ധമാണ് ഈ പാർട്ടികൾ തമ്മിലുള്ളത്? ആ പാർട്ടിക്ക് സ്വാഭാവികമായും കോൺഗ്രസിന്റെ എതിരാളികൾ തന്നെയല്ലേ? കിരണെ, അവരുടെ നയവും അവരുടെ ബൈലോയും നോക്കണം. ഒരിക്കൽ പോലും ഇന്ത്യയിലെ BJP എന്ന് പറഞ്ഞാൽ സംഘപരിവാർ RSS ചേരുന്നതാണ്. അവരുമായിട്ട് ചങ്ങാതിത്വം കൂടാൻ ഒരിക്കൽ പോലും CPMന്റെ ബൈലോ അംഗീകരിക്കുകയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിനെ മാറ്റി നിർത്തുവാൻ, അവർക്ക് അധികാരത്തിൽ പിന്നെയെങ്കിലും കയറാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന കോൺഗ്രസിനെ മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള പ്രയോജനത്തിൽ അവർ വേറെ ആരോ നാഷണൽ പാർട്ടികളുമായിട്ട് കൂടട്ടെ, കുഴപ്പമില്ല. ഒരു ജനാധിപത്യ മതേതര പാർട്ടിയായിട്ട് ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. ബിനോയ്, ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. അന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം. അന്ന് BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ.
അന്ന് അവരുമായി സഖ്യത്തിലൊന്നും അല്ല ചേർന്നത്. ഒരു സഖ്യത്തെ VP സിംഗിന്റെ സർക്കാരിനെ രണ്ട് മുന്നണികൾ രണ്ടുപേർ പുറത്തു നിന്ന് പിന്തുണച്ചു. അതിനപ്പുറത്തേക്ക് എന്ത് കാര്യമാണ് ചെയ്തത്? അതിനകത്ത് എങ്ങനെയാണ് BJP അധികാരത്തിൽ വരാൻ ഇവരാണോ വഴിയൊരുക്കിയത്? അല്ലല്ലോ. BJP അധികാരത്തിൽ വരാൻ വഴിയൊരുക്കിയത് കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസ് അല്ലേ തകർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നത് തകർന്ന് തരിപ്പണമായതും ഇപ്പോഴും പ്രതിപക്ഷ നിരയിൽ തന്നെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഉറച്ചു നിന്ന ആളാണ് സ്റ്റാലിൻ. ആ സ്റ്റാലിനെ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞില്ലേ? അല്ലല്ല തള്ളിത്തില്ല. പിന്നെ എങ്ങനെയാണ്? അല്ലല്ല ഞാൻ പറയട്ടെ, സ്റ്റാലിന് ഞങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, സ്റ്റാലിൻ അവിടെ ഞങ്ങളുടെ MLA-മാരുണ്ട്. സാധാരണ എല്ലായിടത്തും മുന്നണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ MLA-മാരെയൊക്കെ മന്ത്രിയാക്കാറുണ്ട്. സ്റ്റാലിൻ ആരെയും ആക്കാറില്ലല്ലോ. സ്റ്റാലിൻ അവിടെ ചോദിക്കുന്ന സീറ്റ് തന്നത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ ആളുകളെ വിടുന്നതിനാ. അല്ലാതെ അവിടെ കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് കോൺഗ്രസിന്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റാണോ സ്റ്റാലിൻ തന്നോണ്ടിരുന്നത്? അല്ലെങ്കിൽ CPM-ന്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റാണ് തന്നോണ്ടിരുന്നത്? അല്ല. അതിൽ കൂടുതൽ സീറ്റ് തന്നത് നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരുന്നില്ല. പകരം നിങ്ങൾക്ക് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അംഗങ്ങളെ തരും. അങ്ങനെ തന്നെയല്ലേ സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, അവരുടെ കൂടെ മത്സരിച്ച് വോട്ട് വാങ്ങി ജയിച്ചിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സർക്കാരിൽ വോട്ട് വാങ്ങി ജയിച്ച ലീഗുകാർ നാളെ പറയുന്നു ഞങ്ങൾ LDF-നൊപ്പം പോകാന്ന് പറഞ്ഞാൽ താങ്കൾ വഞ്ചന അല്ല എന്ന് പറയുമോ? അല്ലല്ല, ഓരോ പാർട്ടിക്ക് ഓരോ നിലപാടില്ലേ? അതാ ചോദിച്ചത്. നാളെ ലീഗുകാർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കോൺഗ്രസിനൊപ്പം ഇല്ല, ഞങ്ങൾ LDF-നൊപ്പം പോകാന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണോ അല്ലയോ? ഞങ്ങള് അല്ല, അതല്ലെന്ന് പറയണ്ട. അതിന് അവിടെ എന്താണ് സ്റ്റാൻഡ്? പോയത് ഞങ്ങൾ TVK എന്ന് പറയുന്നത് വർഗീയ പാർട്ടി അല്ല. CPM വർഗീയ പാർട്ടിയാണോ? അല്ലല്ലോ. ലീഗിന് CPM-ന്റെ കൂടെ ചേർന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ, TVK BJP-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്ന ആ TVK പിന്നെ പിന്താങ്ങേണ്ടത് ഞങ്ങളാണ്. ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനമായ കോൺഗ്രസ് ആണ്. അപ്പൊ ആ കോൺഗ്രസ് അങ്ങനെ പിന്തുണയ്ക്കും. ഞങ്ങൾ എക്കാലവും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഒരു മിനിറ്റ് ബിനോയ്, അവിടെ CPM-ഉം CPI-യും കോൺഗ്രസും DMK എല്ലാം ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ചവരാണ്. ലീഗ് അടക്കമുള്ളവർ മത്സരിച്ച അങ്ങനെയാണ്. ആ സഖ്യത്തിൽ നിന്ന് CPM-ഉം CPI-യും ഒക്കെ അവരും പിന്തുണ കൊടുത്തു. ആർക്ക്? വിജയുടെ പാർട്ടിക്ക്, TVK-ക്ക് പിന്തുണ കൊടുത്തു. അവരെങ്ങനെയാണ് പിന്തുണ കൊടുത്തത്? അവർ സ്റ്റാലിനുമായി ചർച്ച നടത്തി. അവിടെ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാവണം, ഒരു സർക്കാർ ഉണ്ടാവണം. സർക്കാർ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതൊരു അസ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ ഒരു മതേതര പാർട്ടി അവിടെ മുന്നിൽ നിൽക്കട്ടെ, അതിനുവേണ്ടി സ്റ്റാലിൻ്റെയും DMK-യുടെ അനുമതിയോടുകൂടിയാണ് അവരെല്ലാം പോയത്. പക്ഷേ കോൺഗ്രസ് എന്താ ചെയ്തത്? അവരുടെ DMK-യുടെ വോട്ട് വാങ്ങി ജയിച്ച് ഒറ്റ രാത്രി കൊണ്ട് രാത്രി ഇരുട്ട് എടുത്തപ്പോഴത്തേക്ക് വോട്ട് വാങ്ങിയവരെ തള്ളിക്കളഞ്ഞിട്ട് മറ്റേ സഖ്യത്തിന്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയല്ല, വേറെ എന്താണ്? അല്ല, വഞ്ചന. നമ്മുടെ മുന്നണിയിൽ അവിടെയുള്ള അസംബ്ലി ബാക്കിയുള്ള സീറ്റുകളെല്ലാം ഞാൻ പറയട്ടെ, ഒരു കാലത്ത് ഒരു കാലമൊക്കെ ഇവിടെ ഇപ്പൊ അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കാൻ ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല. അവിടെ ഈ പറയുന്നത് പോലെ CPM-ഓ CPI ഒക്കെ പോലെ ഒരു ചെറുകിട പാർട്ടിയാണ് കോൺഗ്രസ്. എവിടെ തമിഴ്നാട്ടിൽ അതിനേക്കാൾ ഇച്ചിരി വലുപ്പം കാണും. അതിനപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ അവിടെ എവിടെയും ശേഷിയില്ല. അല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന്? BJP-യെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഏത് കക്ഷികളും എന്ത് വിട്ടുവീഴ്ചയാണ് നിങ്ങൾ BJP ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത്? BJP-യെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ അവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ കുതിരക്കച്ചവടത്തിന് അവിടെ ശ്രമിച്ചു. താങ്കളുടെ പാർട്ടി, ഞാനതുകൊണ്ട് വളരെ സിമ്പിളായി ചോദിച്ചത്, കേരളത്തിൽ നിന്ന് ഒരുമിച്ച് മത്സരിച്ചിട്ട് ലീഗ് പോയായിരുന്നെങ്കിൽ ഇതേ കാര്യം പറയുമായിരുന്നു. താങ്കളോട് പറയട്ടെ, ഞങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നല്ലേ നിങ്ങൾ തെളിയിച്ചത്? വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങൾ ഈ രാജ്യം നിലനിൽക്കുവാൻ വേണ്ടി വർഗീയ കക്ഷികളെ, സംഘപരിവാറിന്, BJP-യെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഞങ്ങൾ ആരുമായിട്ട് സന്ധി ഉണ്ടാക്കുമെന്ന് അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഈ ജനാധിപത്യത്തിൽ ഒരു മര്യാദ ഉണ്ടാകണം. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, സ്റ്റാലിൻ ഞങ്ങളുടെ MLA-മാർ അവിടെ ജയിച്ചിട്ട് മന്ത്രിസഭയിലേക്ക് 1 or 2 പേരെ ഇതുവരെ പോലും കോപ്പി ചെയ്തിട്ടില്ല. ശ്രീ ബിനോയ്, അതാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. ശ്രീ ബിനോയ്, അതിലൊന്നും ബിനോയ് ഇപ്പൊ പറഞ്ഞതിൽ ഒരു ന്യായവുമില്ല. ഇത് വെറും ന്യായീകരണം മാത്രമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഒരു മിനിറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്റ്റാലിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന്? ഇല്ല. അതിനു മുമ്പും സ്റ്റാലിന് കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു, അതിനു മുമ്പും എല്ലാം അങ്ങനെയായിരുന്നു. അവിടെ മന്ത്രിസഭയിലേക്ക് ഈ CPM-നെയോ CPI-യോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തില്ല. അതിന് പകരമായി അവർക്ക് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നിയമസഭയിലേക്കും കൂടുതൽ സീറ്റുകൾ നൽകും. അത് അവിടുത്തെ രീതിയാണ്. അത് രീതി അംഗീകരിച്ചുകൊണ്ട് പറയാം. എങ്കിൽ പിന്നെ നിങ്ങൾ ആ സഖ്യത്തിൽ അതിനു മുമ്പ് ഇറങ്ങി പോരണമായിരുന്നു. നിങ്ങൾ TVK-യുടെ കൂടെ മത്സരിക്കണമായിരുന്നു. എന്തായിരുന്നു മത്സരിക്കാൻ? ആളുകളും ഞാൻ പറഞ്ഞോട്ടെ, തമിഴ്നാട് കോൺഗ്രസില്
പകുതി ആളുകളും സ്റ്റാലിനുമായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സത്യത്തിൽ നിങ്ങൾക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്കറിയാം, ഞങ്ങൾ 1, 2, 3 ഘട്ടം അവിടെ വിജയിയായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഭൂരിപക്ഷ അഭിപ്രായം ഇവരുമായിട്ട് ഇപ്രാവശ്യം മത്സരിച്ച് വരട്ടെ, നമുക്ക് നോക്കാമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.